ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. ഓക്കെ, ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന കമ്പോണൻറ്റിനകത്ത് ക്യാപിറ്റൽ മാർക്കറ്റിനകത്തുള്ള പ്രൈമറി മാർക്കറ്റ്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെപ്പോഴും ഒരു ഓർമ്മ വേണം. നമ്മൾ ഈ പഠിച്ചു പോകുന്ന ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് പല പല കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റിനകത്തുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് പ്രൈമറി മാർക്കറ്റ്. സോ ഈ പ്രൈമറി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റാണ്, നിമ്മാണ്. ഓക്കെ, പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, അവരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നൊരു അവസരമാണ് ഈ പ്രൈമറി മാർക്കറ്റ്. അപ്പോൾ ഈ പ്രൈമറി മാർക്കറ്റിൽ നിന്നും ഒരു കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രൈമറി മാർക്കറ്റിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ കമ്പനികൾ യൂസ് ചെയ്യുന്നതുള്ള മെത്തേഡ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ആണ്. ഞാൻ ഈ പഠിപ്പിച്ച കാര്യം വീണ്ടും റിവിഷനൊന്നുമല്ല, ഒരു പുതിയ ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടിയാണ്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് ആദ്യമായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഫ്രഷ് ഇഷ്യൂ ആണ്. ഓക്കെ, സോ അതാണ് ഈ പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ നിം എന്ന് പറയും. ഞാൻ ഈ ഷോർട്ട് ഫോം പറയുന്നത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വട്ട് ഡു യു മീൻ ബൈ നിം എന്നൊക്കെ കാണും. നിം എന്ന് പറഞ്ഞാൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റാണ്. അപ്പോൾ ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈമറി മാർക്കറ്റിലാണ് കമ്പനികൾ അവരുടെ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്. ഷെയർ അങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക് ആ ഷെയർ വാങ്ങുന്നു, കമ്പനിക്ക് പൈസ കിട്ടുന്നു. ഇതാണ് ഏർപ്പാട്. ഓക്കെ, സോ ഈ രീതിയിൽ കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഏറ്റവും പോപ്പുലറായ ഒരു മെത്തേഡാണ് ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. എന്താണ് പ്രോസ്പെക്ടസ് എന്നും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് എങ്ങനെയാണ് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. നമുക്കവിടെ പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞൊന്ന് തുടങ്ങാം. പുതിയൊരു ടോപ്പിക്കിലേക്ക് വേണ്ടിയാണ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനുള്ള ഇൻവിറ്റേഷനാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ കമ്പനി. ഓക്കെ, കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാം എന്നുമുള്ളൊരു ഇൻവിറ്റേഷനാണ്, പബ്ലിക്കിനുള്ള അറിയിപ്പാണ്, ഒരു ഇൻറ്റിമേഷനാണ്. ഓക്കെ, സോ അപ്പോൾ പ്രോസ്പെക്ടസ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഒരു ഇൻവിറ്റേഷനാണ് അല്ലെങ്കിൽ പബ്ലിക്കിനുള്ളൊരു ഇൻറ്റിമേഷനാണ്. കമ്പനിയുടെ ഷെയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് ഞങ്ങളിതാ ഇത്ര ഷെയർ ഇത്ര രൂപയ്ക്കൊക്കെ ഇഷ്യൂ എന്ന് പറഞ്ഞ് കാണിക്കും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോസ്പെക്ടസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻറ്റ് ഷെയറിൻ്റെ പ്രൈസാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കമ്പനി എത്ര രൂപയുടെ ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് അറിയിച്ചാലല്ലേ ആൾക്കാർക്ക് അത് വാങ്ങാൻ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും ഷെയറിൻ്റെ പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ പ്രോസ്പെക്ടസിനെ സംബന്ധിച്ച് പ്രോസ്പെക്ടസിനകത്ത് എന്തുണ്ടാവണം? ഷെയറിൻ്റെ പ്രൈസ് ഉണ്ടാവണം. ഇവിടം വരെ ഓക്കെയാണ്. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഈ ഷെയർ ട്രേഡിങ്ങിൻ്റെ അറിവൊക്കെ നിങ്ങൾക്ക് പരിമിതമായിരിക്കും. എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾക്കൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണം. ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യും. ഇപ്പോൾ ടാറ്റയോ ബിർളയോ എയർടെലോ എന്ത് കമ്പനി ആയിക്കോട്ടെ, ആ കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ, പ്രോസ്പെക്ടസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻവിറ്റേഷൻ കാർഡ് പോലെ അടിച്ച് നിങ്ങളെ വീട്ടിലൊന്നും കൊണ്ട് തരത്തില്ല. മിക്കവാറും അത് പത്രങ്ങളിൽ വരുന്നൊരു പരസ്യമോ അതൊക്കെയാണ് ഈ പ്രോസ്പെക്ടസ്. അല്ലാതെ നിങ്ങൾക്ക് വരുന്നത് പോലെ വെഡ്ഡിങ് കാർഡ് പോലെ ഒരു കാർഡ് അടിച്ച് വീട്ടിലോട്ട് അയക്കത്തൊന്നുമില്ല. ചിലപ്പോൾ അവരുടെ വെബ്സൈറ്റിലായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും മാഗസീനിലായിരിക്കാം, ചിലപ്പോൾ ന്യൂസ് പേപ്പറിലായിരിക്കാം. അവരത് നിങ്ങളെ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് പ്രോസ്പെക്ടസ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് പത്രത്തിൽ കണ്ടു. കൊള്ളാം, ഈ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെയും ഫ്രഷ് ഇഷ്യൂ നിങ്ങൾ മലയാളം പത്രം നോക്കിയാലും മതി. പലതിൻ്റെയും ന്യൂ ഇഷ്യൂ അവർ കാണിക്കാറുണ്ട്. ഇന്ന കമ്പനി ഇത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നു പറഞ്ഞ് കാണിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസ് നിങ്ങൾ കാണുകയാണ്. ആ പ്രോസ്പെക്ടസ് കാണുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ പ്രൈസ് തന്നെ ആയിരിക്കും. കാര്യം ഷെയറിൻ്റെ വില എത്രയാണെന്ന് അറിയണമല്ലോ, എങ്കിലല്ലേ നമുക്ക് വാങ്ങണോ വേണ്ടേ തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് ഷെയറിൻ്റെ പ്രൈസ് ഉണ്ടാകും. ഞാനിപ്പോൾ ഇത് 2-3 തവണയായിട്ട് ആവർത്തിക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടായിരിക്കാം പ്രോസ്പെക്ടസിൽ പ്രൈസ് ഉണ്ട്, ഇപ്പോൾ എന്താ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ഇല്ലാത്ത ഒരു പ്രോസ്പെക്ടസ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റൂ. ഒരു പ്രോസ്പെക്ടസ് ഇൻവിറ്റേഷനാണ്, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുവാണ് കമ്പനി. എന്തിന്? ഷെയർ വാങ്ങാൻ. പക്ഷേ ആ പ്രോസ്പെക്ടസിനകത്ത് പ്രൈസ് എത്ര എന്ന് പറയുന്നില്ല. അവരുടെ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് പറയുന്നില്ല. സ്വാഭാവികമായിട്ടും പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കേണ്ട. എന്നാൽ അങ്ങനത്തെ പ്രോസ്പെക്ടസ് ഉണ്ട്. എങ്ങനത്തെ? പ്രൈസ് മെൻഷൻ ചെയ്യാത്ത പ്രോസ്പെക്ടസ്. കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും, പക്ഷേ ആ പ്രോസ്പെക്ടസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റായ ഷെയറിൻ്റെ പ്രൈസ് കാണത്തില്ല. നിങ്ങളിപ്പോൾ അധികമായിട്ട് ചിന്തിച്ച് കൂട്ടണ്ട, ഇനി ഷെയറിൻ്റെ പ്രൈസ് ഇല്ലാത്ത പ്രോസ്പെക്ടസ് ഉപയോഗിച്ച് എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ജസ്റ്റ് ടോപ്പിക്കിലേക്ക് വരിക. കമ്പനീസ് പ്രോസ്പെക്ടസിൽ ഷെയറിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യാതെയും ഇഷ്യൂ ചെയ്യാറുണ്ട്.
അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിന് മറ്റൊരു പേരാണ് പറയുന്നത്. അവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇത് ഓർത്ത് വെച്ചോ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ നമുക്ക് ടോപ്പിക്ക് തുടങ്ങാം. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതൊക്കെ എഴുതി ഫലിപ്പിച്ചാൽ നല്ല ഇമ്പാക്റ്റ് ആണ്. കാര്യം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഒരിക്കലും പഠിക്കാത്ത ഒരു കുട്ടി എഴുതത്തില്ല. പ്രോസ്പെക്ടസ് വിച്ച് ഈസ് റെഡ് ഇൻ കളർ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. അതൊന്നും അല്ല എൻ്റെ അർത്ഥം. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഡീറ്റെയിൽസ് ഓഫ് എയ്തർ പ്രൈസ് ഓർ നമ്പർ ഓഫ് ഷെയർസ് ബീങ് ഓഫേർഡ് ഓർ ദ എമൗണ്ട് ഓഫ് ഇഷ്യൂ. ഓരോ ഷെയറിൻ്റെയും പ്രൈസ് എത്രയാണെന്നോ, എത്ര ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെന്നോ, ടോട്ടൽ വാല്യൂ തുടങ്ങി ഒരു ഡീറ്റെയിൽസും ആ പ്രോസ്പെക്ടസിൽ കാണില്ല. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ കാണൂ. ഒരിക്കൽ കൂടെ പറയുന്നു, ഷെയറിൻ്റെ പ്രൈസ് കാണില്ല. എത്ര ഷെയർ, നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് എത്ര എന്ന് കാണത്തില്ല. ഓട്ടോമാറ്റിക്കലി ടോട്ടൽ എമൗണ്ട് ഓഫ് ഇഷ്യൂ അപ്പോൾ അവിടെ കാണത്തില്ല. നമ്മളിപ്പോൾ 100 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. ഒരു ഷെയറിൻ്റെ വില 10 രൂപ എന്ന് പറഞ്ഞാൽ ആ ഇഷ്യൂവിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1000. ഓട്ടോമാറ്റിക്കലി എത്ര ഷെയറാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നില്ല. ഒരു ഷെയറിൻ്റെ വില പറയുന്നില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇഷ്യൂവും തീർച്ചയായിട്ടും കാണത്തില്ല. അപ്പോൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടുന്നത്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഈസ് എ പ്രോസ്പെക്ടസ് വിച്ച് ഡസ് നോട്ട് ഹാവ് ഡീറ്റെയിൽസ് ഓഫ് എയ്തർ പ്രൈസ് ഓർ നമ്പർ ഓഫ് ഷെയർസ് ബീങ് ഓഫേർഡ് ഓർ ദ എമൗണ്ട് ഓഫ് ഇഷ്യൂ. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എമൗണ്ട് ഓഫ് ഇഷ്യൂ കാണിക്കാൻ പറ്റില്ലല്ലോ. എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നോ ഒരു ഷെയറിൻ്റെ വിലയോ പറയാത്തിടത്തോളം നമുക്ക് ആ എമൗണ്ട് ഓഫ് ഇഷ്യൂ പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തോളുക, പ്രൈസ് എത്ര ആണെന്നും പറയത്തില്ല, നമ്മൾ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും പറയത്തില്ല. പ്രൈസും പറയില്ല, നമ്മൾ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നും പറയത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ചിന്തയെന്ന് പറയുന്നത്, ചേട്ടാ ഒരു ഷെയറിൻ്റെ വിലയും അറിയത്തില്ല, കമ്പനി എത്ര ഷെയറാണ് ഇഷ്യൂ എന്ന് പറയത്തില്ല. ഇത് രണ്ടും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഈ പ്രോസ്പെക്ടസ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മാത്രമാണ്. ഇനി ഇതെന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രയോജനം എന്താണ്, ബാക്കി കളികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് വഴിയേ പറഞ്ഞുതരാം. തൽക്കാലം ഇത്ര മാത്രം പഠിക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ. പക്ഷേ ഒരു നല്ല നോളജാണ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്താണെന്നുള്ളത് പഠിച്ചേ പറ്റൂ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് പ്രോസ്പെക്ടസ് പോലെയൊക്കെ തന്നെ, പക്ഷേ പ്രധാനപ്പെട്ട 2 കാര്യം കാണത്തില്ല. ഷെയറിൻ്റെ പ്രൈസും കാണത്തില്ല, എത്ര ഷെയറാണ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, നമ്പർ ഓഫ് ഷെയർസ് ബീങ് ഓഫേർഡ്, അത് രണ്ടും അതിൽ കാണില്ല. കോമൺ സെൻസിൽ പെട്ടെന്ന് ചിന്തിച്ചാൽ ഈ 2 കാര്യവും ഇല്ലാത്ത പ്രോസ്പെക്ടസ് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് തോന്നും. അതിലേക്കാണ് കിടക്കുന്നത്. ഒരു ഷെയറിൻ്റെ വിലയും അറിയില്ല, കമ്പനി എത്ര രൂപയ്ക്കാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല, കമ്പനി എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു പ്രോസ്പെക്ടസ് കയ്യിരിക്കുവാണ്. എന്തിനാണെന്നറിയാവോ? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടാണ് ബുക്ക് ബിൽഡിംഗ് എന്ന ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്, ശ്രദ്ധിച്ചോണേ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിന് വേണ്ടിയാണ്. എന്താണ് ബുക്ക് ബിൽഡിംഗ് എന്നൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. മിസ്റ്റർ എ ഒരാളാണേ. മിസ്റ്റർ എ എന്ന് പറയുന്നയാൾ ഈ പ്രോസ്പെക്ടസും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഇതിപ്പോൾ പെട്ടിരിക്കുകയാണ്. കാര്യം മിസ്റ്റർ എക്ക് കമ്പനിയുടെ ഷെയറിൻ്റെ വില അറിയത്തില്ല. ഇവരിത് എത്ര രൂപയ്ക്കുള്ള ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത് അറിയത്തില്ല. ഇവർ എത്ര ഷെയറാണ് ഇഷ്യൂ, ഇത് രണ്ടും അയാൾക്ക് അറിയത്തില്ല. മിസ്റ്റർ എക്ക് കമ്പനിയുടെ ഷെയറിൻ്റെ വിലയും അറിയത്തില്ല, കമ്പനി എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നതെന്നും അവർക്ക് അറിയത്തില്ല. അറിയത്തില്ല, മിസ്റ്റർ എക്ക് അറിയത്തില്ല. പക്ഷേ മിസ്റ്റർ എക്ക് ഈ കമ്പനിയുടെ ഷെയർ വേണം. ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്കൊരു സാധനം വേണം, നമുക്കൊരു ഐറ്റം വേണം. ഓക്കെ, പക്ഷെ നമ്മുടെ സംശയം, ഇത് എത്ര രൂപയാണെന്നും അറിയത്തില്ല, ഇത് എത്ര എണ്ണം അവർക്ക് തരാൻ പറ്റുമെന്നും അറിയത്തില്ല. അവസ്ഥ മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റർ എക്ക് ആ കമ്പനിയുടെ ഷെയർ വേണം. പക്ഷേ മിസ്റ്റർ എയുടെ പ്രശ്നം എന്താ? ഇപ്പം ആ ഷെയറിൻ്റെ വിലയും അറിയത്തില്ല, കമ്പനിക്ക് എത്ര ഷെയർ വരെ ഓഫർ ചെയ്യാൻ പറ്റുമെന്നും അറിയത്തില്ല. ഇവിടെ മിസ്റ്റർ എ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണും പൂട്ടി മിസ്റ്റർ എക്ക് വേണ്ടുന്ന ഷെയർ എത്രയാണെന്ന് അങ്ങോട്ട് പറയുക. ഇയാളുടെ ഷെയർ പറയട്ടെ, ഇയാൾക്ക് എത്ര വേണം, കമ്പനി എത്ര ഓഫർ ചെയ്യുന്നത് വിട്ടേക്കുക. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്നിട്ട്, ഒരു പലചരക്കടയിൽ ചെന്നിട്ട് ചോദിക്കുവാണ്, ചേട്ടാ ഇവിടെ എത്ര കിലോ പഞ്ചസാര ഇരിപ്പുണ്ട്? അപ്പോൾ അയാളുടെ മറുപടി എന്തായിരിക്കും? തനിക്ക് എത്ര വേണ്ടത്? അതല്ല, ഇവിടെ എത്ര കിലോ പഞ്ചസാര ഇരിപ്പുണ്ട്, എന്താ ഇവിടെ ഉള്ളത് മൊത്തം തനിക്ക് വേണം? നമ്മൾ ഒരിക്കലും ആ കടയിൽ ചെന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, ചേട്ടാ ഇവിടെ എത്ര കിലോ പഞ്ചസാര ഉണ്ടെന്നല്ല, നമ്മുടെ കണക്ക് പറയും. ചേട്ടാ എനിക്ക് 2 കിലോ വേണം. അപ്പോഴായിരിക്കും ഇവിടെ പറയുന്നത്, ഇവിടെ മോനെ പഞ്ചസാര എത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്ര എടുക്കാൻ കാണത്തില്ല. അത് സെക്കൻഡറി അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു കടയിൽ ചെന്നതിന് ശേഷം ഒരു സാധനം നമുക്ക് എന്താണ് വേണ്ടതെന്നല്ലേ ആദ്യം പറയുന്നത്. കമ്പനി പറയുന്നതാണ്, ഇയാൾക്കിപ്പോൾ എത്ര ഷെയർ വേണം? മിസ്റ്റർ എയോട് പറയുവാണ്, ഇയാൾക്ക് എത്ര ഷെയർ വേണം? എനിക്കിതാ ഇത്രയും ഷെയർ വേണം. ഒരു നമ്പർ പറഞ്ഞു. ശരി, ഇയാൾക്ക് എത്ര രൂപ തരാൻ പറ്റും?
മിസ്റ്റർ എയോട് അങ്ങോട്ട് ചോദിക്കുന്ന കണക്കാണ്, ഈ ഷെയറിന് ഇയാൾക്ക് എത്ര രൂപ തരാൻ പറ്റും? അതുകൊള്ളാലോ, ഞാൻ എന്താ ഇത്ര രൂപ തരാം, എനിക്ക് ഇത്ര നമ്പർ ഓഫ് ഷെയർ വേണം, അത് ഞാൻ ഈ രൂപയ്ക്ക് എടുക്കാൻ തയ്യാറാണ്. ഇങ്ങനെ പബ്ലിക്കിന് വിട്ടുകൊടുക്കും. നിങ്ങൾക്ക് എത്ര ഷെയർ വേണം, അത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, അത് നിങ്ങൾ തന്നെ പറയുക. ഇങ്ങനെ അങ്ങ് ഓഫർ ചെയ്യും പബ്ലിക്കിന്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ സംബന്ധിച്ച് പ്രോസ്പെക്ടസിൽ പ്രൈസ് ഇല്ല. കമ്പനി എത്ര ഷെയർ ഓഫർ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും ഇത് രണ്ടും പിന്നെ നമ്മുടെ ഇഷ്ടമാണ്, പബ്ലിക്കിൻ്റെ ഇഷ്ടമാണ്. പബ്ലിക് അങ്ങ് പറയുവാണ് എനിക്ക് ഇത്ര ഷെയർ വേണം. ആയിക്കോട്ടെ തരാം, എത്ര രൂപ? പബ്ലിക്ക് തന്നെയാണ് വില പറയുന്നത്. അവിടെ അതാണ്, പബ്ലിക്കാണ് പ്രൈസ് പറയുന്നത്. എത്ര ഷെയർ വേണമെന്നും അത് എത്ര രൂപയ്ക്ക് വേണമെന്നും പബ്ലിക്ക് തന്നെയാണ് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടാവാം, അങ്ങനെ പബ്ലിക്കിന് വിട്ടുകൊടുത്താൽ അവർ വല്ല 50 പൈസയോ 25 പൈസയോ 1 രൂപയൊക്കെയല്ലേ പറയത്തുള്ളൂ. ഒരു സാധനത്തിൻ്റെ വില നിങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഏറ്റവും വില കുറച്ചല്ലേ പറയൂ. അത് പറ്റില്ല. പിന്നെ അവിടാണ് ഒരു പ്രൈസ് ബാൻഡ് വയ്ക്കും. ബുക്ക് ബിൽഡിങ്ങിൻ്റെ കേസിലൊരു പ്രൈസ് ബാൻഡ് വയ്ക്കും. ഒരു ഫ്ലോർ പ്രൈസും ഒരു സീലിംഗ് പ്രൈസും കാണും. അതായത് മിസ്റ്റർ എ എന്ന് പറയുന്നയാൾ എത്ര ഷെയർ വേണമെന്ന് പറയും, അതൊക്കെ. പക്ഷേ പ്രൈസ് കമ്പനി ആ പ്രോസ്പെക്ടസിനകത്തൊരു പ്രൈസ് ബാൻഡ് വെച്ചിരിക്കും. പ്രൈസ് വെക്കത്തില്ല, പ്രൈസ് ബാൻഡ് വെക്കും. എന്താണ് പ്രൈസ് ബാൻഡ് എന്നല്ലേ? ഒരു ചെറിയ പ്രൈസും ഒരു വലിയ പ്രൈസും ഇങ്ങനെ വെച്ചിരിക്കും. 10 രൂപയ്ക്ക് മുകളിലേ നിങ്ങൾ വിളിക്കാവൂ, 50 രൂപയുടെ മുകളിൽ വിളിക്കുകയും വേണ്ട. ദിസ് ഈസ് കോൾഡ് ഫ്ലോർ പ്രൈസ്. താഴെയുള്ള പ്രൈസാണ് ഫ്ലോർ പ്രൈസ്, മുകളിലുള്ള പ്രൈസ് എന്ന് പറയുമ്പോൾ സീലിംഗ് പ്രൈസ്. നമ്മുടെ വീടിൻ്റെ ഫ്ലോറും സീലിങ്ങും താഴെയും മുകളിലും. ഓക്കെ, സോ പ്രോസ്പെക്ടസ് കിട്ടുന്ന മിസ്റ്റർ എക്ക് ഒരു കാര്യം മനസ്സിലാവും, എനിക്ക് 10 രൂപയിൽ താഴെ വിളിക്കാൻ പറ്റത്തില്ല, 50 രൂപയ്ക്ക് മുകളിലോട്ടും വിളിക്കണ്ട, 10നും 50നും ഇടയ്ക്ക് ഞാൻ ഒരു പ്രൈസ് വിളിക്കണം. അപ്പോൾ മിസ്റ്റർ എ എന്ന് പറയുന്നയാൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്പർ ഓഫ് ഷെയർസ് മിസ്റ്റർ എക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും മിസ്റ്റർ എ ആണല്ലോ പറയുന്നത് എത്ര ഷെയർ വേണമെന്ന്. അതിൻ്റെ പ്രൈസ് 10നും 50നും ഇടയ്ക്ക്, അതാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ഈ പ്രൈസ് ബാൻഡിനകത്ത് നിന്നുകൊണ്ട് വിളിക്കണം. ഓക്കെ, സോ പ്രൈസ് ബാൻഡിനകത്ത് നിന്നുകൊണ്ട് മിസ്റ്റർ എ പ്രൈസ് ബാൻഡിനകത്ത് നിന്നുകൊണ്ട് മിസ്റ്റർ എ ഒരു വില പറയും, എനിക്ക് 50 ഷെയർ വേണം, ഞാൻ 15 രൂപ വെച്ച് എടുത്തോളാം. ഇതുപോലെ എയും ബിയും സിയും ഡിയും ഇയും എഫും തുടങ്ങിയ ആർക്കൊക്കെയാണോ ഈ കമ്പനിയുടെ ഷെയർ വേണ്ടത് അവരെല്ലാവരും ഓരോ വില പറയും. തീർച്ചയായിട്ടും ഇത്രയും മനസ്സിലാവുന്നുണ്ടോ? എടോ, ഈ പ്രോസ്പെക്ടസ് കിട്ടുന്നത് എക്ക് മാത്രമല്ലല്ലോ, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എല്ലാവർക്കും കിട്ടത്തില്ലേ? അതിൽ ആർക്കൊക്കെയാണോ ഈ കമ്പനിയുടെ ഷെയർ വേണ്ടുന്നത് അവരെന്ത് ചെയ്യും? ഈ പ്രൈസ് ബാൻഡിനകത്ത് നിന്നുകൊണ്ട് ഒരു വിലയും പറയും. ആ വിലയ്ക്ക് ഇവർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഷെയറിൻ്റെ എണ്ണവും പറയും. ഇതിങ്ങനെ കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ, ലേലം വിളിക്കുന്ന പോലെ ഇതിവരിങ്ങനെ കമ്പനിയിലോട്ട് അറിയിച്ചുകൊണ്ടിരിക്കും. ഇത്രയും ഓക്കെയാണേ. അങ്ങനെ അറിയിച്ചതിന് ശേഷമുള്ള ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 4 പേരുണ്ട്. ഇതൊന്നും ടെക്സ്റ്റിലുള്ള കാര്യങ്ങളല്ല, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ എക്സാമ്പിളൊന്നും അതിൽ കാണുന്നില്ല. ഇപ്പോൾ 4 പേരാണ് കമ്പനിയിലേക്ക് ഓഫർ കൊടുക്കുന്നത്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എ പറയുവാണ്, ഞാനൊരു 100 ഷെയർ വാങ്ങാം, 10 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. അപ്പോൾ അതായത് 1000 രൂപ ഞാൻ തരാം. 100 ഷെയർ എനിക്ക് വേണം, ഒരു ഷെയറിന് 10 രൂപ കണക്കിലെടുക്കാം. ശരി, 1000 രൂപ വയ്ക്ക് ഞാൻ തരാം. ബി പറയുവാണ്, എനിക്കൊരു 200 ഷെയർ വേണം, 15-നാണെങ്കിൽ ഞാൻ അങ്ങ് എടുക്കാം. ബി പറയുന്നത് ഞാനൊരു 15 രൂപയ്ക്ക് അങ്ങ് എടുക്കാം, അതായത് 3000 രൂപ ഞാൻ തരാം. അപ്പോൾ സി പറയുന്നത് എനിക്കൊരു 400 ഷെയർ വേണം കേട്ടോ, എനിക്കൊരു 400 ഷെയർ വേണം, 20 രൂപ കണക്കിലാണെങ്കിൽ ഞാൻ അങ്ങ് എടുക്കാം. സി ഈ 400, 20 എല്ലാം സിയുടെ ഇഷ്ടമാണ്, കമ്പനി നിർബന്ധിക്കുന്നതൊന്നുമില്ല, കമ്പനി പറഞ്ഞിട്ടൊന്നുമില്ല 20 രൂപയാണെന്ന്. ഇതെല്ലാം ഈ പ്രൈസ് എന്ന് പറയുന്നത് ആ ബാൻഡിനകത്താണ്. പ്രൈസ് ബാൻഡ് എന്തായാലും വെച്ചിട്ടുണ്ട്. സപ്പോസ് 10നും 30നും ഇടയ്ക്ക് ആയിരിക്കാം, അതാ കമ്പനി വെക്കും. 10ൽ താഴെ നിങ്ങൾ വിളിക്കരുത്, 30ന് മുകളിലോട്ടും വിളിക്കരുത്. ഓക്കെ, അപ്പോൾ മിസ്റ്റർ എ എന്താ പറഞ്ഞിരിക്കുന്നത്? എ പറയുന്നു എനിക്കൊരു 100 ഷെയർ വേണം, 10 രൂപ വെച്ചാണെങ്കിൽ ഞാൻ എടുത്തോളാം. ബി പറയുന്നത് എനിക്കൊരു 200 ഷെയർ വേണം, 15 വെച്ചാണെങ്കിൽ ഞാൻ എടുത്തോളാം. സി പറയുന്നു എനിക്കൊരു 400 ഷെയർ വേണം, 20 രൂപ വെച്ചിട്ടാണെങ്കിൽ ഞാൻ എടുത്തോളാം. ഡി പറയുന്നു എനിക്കൊരു 300 ഷെയറിൻ്റെ ആവശ്യമുണ്ട്, 25 രൂപ വരെ ഞാൻ തരാൻ റെഡിയാണ്. ഇതാണ് ഇവരുടെ കൊട്ടേഷൻ. എയും ബിയും സിയും ഡിയും കൂടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടേഷനാണ്. 1000, 3000, 8000, 7500. സോ അവരെല്ലാവരും കൂടെ ചേർന്ന് 19500 രൂപ ഷെയർ ക്യാപിറ്റൽ ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ? എ 1000 രൂപയല്ലേടെ ഓഫർ ചെയ്തത്. അങ്ങനെ നോക്കിയാൽ എയും ബിയും സിയും ഡിയും കൂടെ ചേർന്ന് 19500 രൂപയാണ് കമ്പനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. 19500 രൂപ ഞങ്ങൾ അങ്ങോട്ട് തരാം. അവർ ഇത്രയും ഷെയറാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. 100, 300, 700, 1000. ഈ 4 പേരും കൂടെ ചേർന്ന് 1000 ഷെയറും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ 1000 ഷെയറിൽ നിന്ന് 19500 രൂപ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു
വെയ്റ്റഡ് ആവറേജ് എടുക്കും. 19,500 ഈ പറയുന്ന 4 പേരും കൂടെ നമുക്ക് തരാമെന്ന് പറയുന്നത്. പക്ഷേ അവർ 1000 ഷെയറാണ് വാങ്ങുന്നത്. അപ്പോൾ അതായത് ഒരു ഷെയറിന് ഇവർ 19 രൂപ 50 പൈസ കണക്കിലാണ് ആവറേജ് എടുക്കുമ്പോൾ. ഈ 4 പേരും കൂടെ ചേർന്ന്, ശ്രദ്ധിക്കണേ, 4 പേരും കൂടെ ചേർന്ന് 1000 ഷെയർ പർച്ചേസ് ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. 4 പേരും കൂടെ ചേർന്ന് 19,500 രൂപയാണ് 19,500 രൂപയാണ് കമ്പനിയിലേക്ക് ഓഫർ ചെയ്യുന്നത്, പല 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 പ്രൈസായിട്ട്. അതിൻ്റെ ഒരു ആവറേജ് എടുത്താൽ, ഈ പറയുന്നതിൻ്റെ ഒരു 1000 ഷെയറിൻ്റെ ഒരു ആവറേജ് എടുത്താൽ ഒരു ഷെയറിന് 19.5 രൂപ വെച്ച് കിട്ടുന്ന കണക്കാണ്. ഈ ആവറേജ്, ഈ പറയുന്ന 19.5 രൂപ ബുക്ക് ബിൽഡിംഗ് വഴി കമ്പനിയുടെ പ്രൈസായിട്ട് അങ്ങ് തീരുമാനിക്കും. ഈ 19.5 രൂപയ്ക്കായിരിക്കും കമ്പനി ഇവർക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. ആ സമയത്ത് ഈ 25-കാരനും 20-കാരനും ഒക്കെ സന്തോഷമായിരിക്കും. ഈ 15-കാരനും 10-കാരനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 19.5 രൂപയ്ക്ക് വാങ്ങാം. കാര്യം ഈ പ്രൈസ് ഒരിക്കലും കമ്പനി തീരുമാനിച്ചതല്ല, മാർക്കറ്റിൽ നിന്ന് വന്ന ഡിമാൻഡിൻ്റെ ബേസിൽ തന്നെയാണ്. സിയും ഡിയും ഒക്കെ നല്ല വിലയ്ക്ക് കോട്ട് ചെയ്തുകൊണ്ടാണ് 19.5 പോയത്. ഈ കേസിൽ എക്കും ബിക്കും നല്ല അടിയാണ് കിട്ടിയിരിക്കുന്ന കാര്യം, അവർ ഉദ്ദേശിച്ച പ്രൈസ് കിട്ടത്തില്ല. അവർ വേണമെങ്കിൽ 19.5 വാങ്ങാം. പക്ഷേ സിയും ഡിയും സംബന്ധിച്ച് 19.5 എന്ന് പറയുന്നത് അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഷെയറിൻ്റെ എണ്ണം കൂട്ടാം. 25 രൂപയാണെങ്കിൽ 300 എന്ന് പറഞ്ഞയാൾക്ക് 19.5 ഉള്ളല്ലേ, എങ്കിൽ എനിക്കൊരു 400 ഇതാ. ആ രീതിയിലൊക്കെ അവർക്ക് പിന്നെ ഓപ്ഷൻസ് മാറ്റും. ഓക്കെ, അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് പബ്ലിക്കിലേക്ക് അങ്ങ് വിടുവാണ്. നിങ്ങൾക്ക് എത്ര ഷെയർ വേണം, നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, ആ ഒരു പ്രൈസ് അവർ പറഞ്ഞ് ആ ടോട്ടൽ എമൗണ്ട് കിട്ടുമ്പം, ആ ടോട്ടൽ എമൗണ്ടിനെ ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്തൊരു വെയ്റ്റഡ് ആവറേജ് എടുക്കുമ്പം 19.5, ആ 19.5 ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ബുക്ക് ബിൽഡിംഗ് വഴി ഷെയറിൻ്റെ പ്രൈസായിട്ട് ഫിക്സ് ചെയ്യുന്നത്. സോ ഇതാണ് ബുക്ക് ബിൽഡിംഗ്. ഇവിടെയാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൻ്റെ പ്രാധാന്യം. ഈ പ്രൈസ് ഫിക്സ് ചെയ്തത് കമ്പനിയല്ല. ഈ 19.5 എന്ന് പറയാൻ കാര്യം എന്താ? എ, ബി, സി, ഡി. സപ്പോസ് ഒരു 4 പേരെ ഉള്ളെന്ന് വിചാരിക്കുക. ഈ 4 പേരും കൂടെ കോട്ട് ചെയ്ത പ്രൈസിൻ്റെയും അവർക്ക് വേണ്ടുന്ന ഷെയറിൻ്റെ എണ്ണവും കൂടെ എടുത്ത് ആവറേജ് കണ്ടപ്പോഴാണ് 19.5 കിട്ടിയത്. കമ്പനി കുറ്റക്കാരനല്ല. കമ്പനി പറഞ്ഞില്ലല്ലോ ഈ പ്രൈസ് ആണെന്നോ ഷെയർ ആണെന്നോ എന്നും. കമ്പനി അവസാനം നിങ്ങൾ മാർക്കറ്റിലെ ആൾക്കാർ ഡിമാൻഡ് ചെയ്ത പ്രൈസാണ് പറയുന്നത് 19.5. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി വാങ്ങാം. ഇതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ബുക്ക് ബിൽഡിംഗ് മീൻസ് ഇറ്റ് ഈസ് എ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം ഇൻ വിച്ച് ദ പ്രൈസ് ഓഫ് ആൻ IPO ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് പ്രിവാലിംഗ് ഇൻ ദ മാർക്കറ്റ്. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്തത് കമ്പനി അല്ല. ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്തത് മാർക്കറ്റിനകത്തുള്ള ഡിമാൻഡും സപ്ലൈയും ആണ്. എയും ബിയും സിയും ഡിയും കൂടെ ചേർന്നാണ് സത്യത്തിൽ ആ പ്രൈസ് ഫിക്സ് ചെയ്തത്. മാർക്കറ്റാണ് ആ പ്രൈസ് ഫിക്സ് ചെയ്തത്. ഓക്കെ, സോ ഇവിടെ എയും ബിയും സിയും ഡിയും കൂടെ ചേർന്നിട്ട് ഒരു റേറ്റിൽ, അതായത് പ്രൈസ് ബാൻഡ് അനുസരിച്ച്, ഈ പ്രൈസ് ബാൻഡ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പ്രൈസ് ബാൻഡ് എന്താണെന്നൊക്കെ പഠിച്ചോണേ. ഈ നോട്ടൊക്കെ ടെക്സ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, കാര്യം നോട്ടിൽ വേണമെങ്കിൽ കിടന്ന് തപ്പുണ്ടല്ലോ. ഓക്കെ, പ്രൈസ് ബാൻഡ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോവർ പ്രൈസും കാണും, അതായത് ഫ്ലോർ പ്രൈസ്, ഒരു അപ്പർ പ്രൈസും കാണും. അതിനകത്ത് നിന്ന് വേണം ഈ ലേലം വിളിക്കാൻ. അങ്ങനെ ലേലം വിളിച്ചെടുത്ത പ്രൈസാണ് ഈ കാണുന്നത്. അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 19.5 എന്ന് വരും. ഈ 19.5 ആയിരിക്കും നമ്മുടെ ബുക്ക് ബിൽഡിംഗ് വഴിയുള്ള പ്രൈസ് ഇഷ്യൂ. ഇനി ഇതൊക്കെ ചെയ്യുന്ന ആളുടെ പേരാണ് ഈ ബുക്ക് റണ്ണർ. ബുക്ക് റണ്ണർ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്ന് പറയും. ഇവരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് റണ്ണർമാരാണ് ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ഫൈനലി പ്രൈസ് കണ്ടുപിടിച്ച് കൊടുക്കേണ്ടുന്ന ആളെ വിളിക്കുന്ന പേരാണ് ബുക്ക് റണ്ണർ. പഠിച്ചോണേ, ഒരു മാർക്കിന് ചോദിക്കും. ദ പേഴ്സൺ ഹൂ ഡൺ ഓൾ ദ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ബുക്ക് ബിൽഡിംഗ് പ്രോസസ് ഈസ് നോൺ ആസ് ബുക്ക് റണ്ണർ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എന്നൊക്കെ പറയും. ഓക്കെ, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ഈസ് എ ബുക്ക് റണ്ണർ ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ പ്രൈസ് സ്റ്റെബിലൈസിങ് പ്രോസസ്. ഒരു കണക്കിനാണ് ഇതൊരു പ്രൈസ് സ്റ്റെബിലൈസിങ് ആണ്. കാര്യം നോക്കി, ഇതിങ്ങനെ ആടി നിൽക്കുന്ന പ്രൈസ് അല്ലേ. ഒരാൾ പറയുന്നു 10, 15, എന്നാൽ 20, എന്നാൽ 25, ഇങ്ങനെ നിൽക്കുന്നതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു. 19.5 കൊണ്ടുവരുന്നതിനെയാണ് പ്രൈസ് സ്റ്റെബിലൈസിങ് എന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ബുക്ക് റണ്ണർ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ബുക്ക് ബിൽഡിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. നെക്സ്റ്റ് ടോപ്പിക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഫിക്സഡ് പ്രൈസും ബുക്ക് ബിൽഡിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് കമ്പനി തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് വഴി പ്രൈസ് ഫിക്സ് ആവുന്നു. ഇതൊക്കെ ചോദിച്ചു. ഈ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഒരു എസ്സേ ആയിട്ടും ചോദിക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂഷനായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് പ്രൈസ് ആൻഡ് ബുക്ക് ബിൽഡിംഗ്. ഫിക്സഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യും. അവിടെ ആൾക്കാർ പിന്നെ ലേലം വിളിക്കുകയൊന്നും വേണ്ട. കമ്പനി പറയുവാണ് ഞങ്ങളുടെ ഷെയറിൻ്റെ വില ഇതാണ്, അവിടെ ഫിക്സ് ആണത്. ബുക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അങ്ങോട്ട് ഇഷ്യൂ ചെയ്യും.
അതിനകത്ത് എന്തൊക്കെ ഇല്ല? ഷെയറിൻ്റെ പ്രൈസും കാണത്തില്ല, എത്ര ഷെയർ ഉള്ളത്, അത് കമ്പനി അത് ഓഫർ ചെയ്യുന്ന ഷെയറിൻ്റെ എണ്ണവും കാണത്തില്ല. നിങ്ങൾക്ക് വിളിക്കാം, തുടങ്ങിക്കോ, ലേലം വിളി തുടങ്ങിക്കോ. അവിടെയാണ് എയും ബിയും സിയും ഡിയും അവരെ കൊണ്ട് പറ്റുന്ന കണക്ക് ലേലം വിളിക്കും. ഓക്കെ, ആ ലേലം വിളിച്ചതിൻ്റെ ഷെയറിൻ്റെ എണ്ണവും അവർ പറയുന്ന പ്രൈസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് തരാൻ പറ്റുന്ന എമൗണ്ട് ആവും. അവർക്ക് തരാൻ പറ്റുന്ന എമൗണ്ട് ആയില്ലേ, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. 19,500 ഡിവൈഡ് ബൈ 1000 ഒക്കെ ഒന്നില്ല, ആ എമൗണ്ട് ആയിരിക്കും ബുക്ക് ബിൽഡിംഗ് വഴിയുള്ള പ്രൈസ്. ഇത്രയേ ഉള്ളൂ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന സാധനമാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഓക്കെ, എനിവേ നമുക്ക് ആ ഫിക്സഡ് പ്രൈസും ബുക്ക് ബിൽഡിംഗ് പ്രൈസും നമ്മൾ ആ ഡിഫറൻസ് നോക്കാം. ഒന്ന് ഓഫർ പ്രൈസ്. ഫിക്സഡ് പ്രൈസിൽ സെക്യൂരിറ്റിയുടെ പ്രൈസ് വെൽ ഇൻ അഡ്വാൻസ് നേരത്തെ തന്നെ അറിയാൻ പറ്റും. എന്നാൽ ബുക്ക് ബിൽഡിങ്ങിൽ ഈ ഇഷ്യൂവിൻ്റെ ക്ലോഷറിൽ മാത്രമേ പ്രൈസ് അറിയാൻ പറ്റൂ. ഫിക്സഡ് പ്രൈസ് ആണെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ ആ പ്രൈസ് കാണും. എന്നാൽ ബുക്ക് ബിൽഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രോസ്പെക്ടസ്, അതായത് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനകത്ത് പ്രൈസ് കാണത്തില്ല, പ്രൈസ് ബാൻഡേ കാണത്തുള്ളൂ. അപ്പോൾ ഫൈനൽ പ്രൈസ് എത്രയാണെന്ന് അറിയണമെങ്കിൽ എല്ലാവരുടെയും കൂടെ ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കുന്ന പോലെ എല്ലാവരുടെയും ബിഡ് മേടിച്ചിട്ട് കമ്പനി വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ഡിഫറൻസ് പ്രൈസിങ്. ഫിക്സഡ് പ്രൈസിൽ കമ്പനിയാണ് തീരുമാനിക്കുന്നത്. ബുക്ക് ബിൽഡിങ്ങിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സാണ്. പ്രൈസ് ബാൻഡ്, ഫിക്സഡ് പ്രൈസിൽ പ്രൈസ് ബാൻഡ് ഒന്നുമില്ല, ഒരു പ്രൈസേ ഉള്ളൂ. എന്നാൽ ബുക്ക് ബിൽഡിങ്ങിനകത്ത് ഒരു പ്രൈസ് ബാൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് പ്രൈസ് ആൻഡ് ബുക്ക് ബിൽഡിംഗ് പ്രൈസ്. ഇതും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബുക്ക് ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെപ്പായിട്ട് വരാൻ പോണത്. സ്റ്റെപ്സ് ഇൻ ബുക്ക് ബിൽഡിംഗ്. ഒരു കമ്പനി ഫിക്സഡ് പ്രൈസ് തീരുമാനിക്കാതെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് ബുക്ക് ബിൽഡിങ്ങിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. നിങ്ങളിത് കേട്ട് പേടിക്കൊന്നും വേണ്ട. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ എന്ന് പറയുന്ന ആൾ, അവരാണ് ഈ പറയുന്ന ഫ്ലോർ പ്രൈസും സീലിംഗ് പ്രൈസും എല്ലാം തീരുമാനിച്ച് ഈ പറയുന്ന ഇഷ്യൂവിൻ്റെ തുടക്കം എത്രയാണ് അതിൻ്റെ സൈസ് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് എത്ര പ്രൈസ് ബാൻഡൊക്കെ തീരുമാനിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ജോലി എന്ന് പറയുന്നത് ഫൈനൽ പ്രൈസും കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം ഫൈനൽ പ്രൈസ്, അത് കട്ട് ഓഫ് പ്രൈസ് എന്ന് പറയും, ആ ഫൈനൽ പ്രൈസ്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് തുടക്കം, ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പ്രൈസ് റേഞ്ച് ഉണ്ടല്ലോ, പ്രൈസ് ബാൻഡ് എന്ന് പറയും, ആ പ്രൈസ് ബാൻഡ് തീരുമാനിച്ച് പബ്ലിക്കിലേക്ക് ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എത്തിക്കേണ്ട ജോലിയാണ്. അതാണ് ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ. ആ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പരിപാടികളാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് ചെയ്യുന്നത്. രണ്ടെന്ന് പറയുന്നത് ബിഡ് കളക്ട് ചെയ്യും. അതായത് ജനങ്ങളിലേക്ക് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എത്തിക്കഴിഞ്ഞു, ഇനി അവർ ഓരോരുത്തരും ബിഡ് ചെയ്യും. ബിഡ് എന്ന് പറയുമ്പോൾ ലേലം വിളിക്കുന്ന പോലെയാണ്. എ പറയുവാണ് 100 ഷെയർ 10 രൂപയ്ക്കാണെങ്കിൽ ഞാൻ വാങ്ങാം. ബി പറയുന്നു 200 ഷെയർ 15 രൂപ എന്ന് പറയത്തില്ലേ, ആ ബിഡ് കളക്ട് ചെയ്യണം. ആപ്ലിക്കേഷൻ മണി സ്വീകരിച്ചുകൊണ്ട് അവരുടെ നിന്നുള്ള ബിഡ് ഇങ്ങോട്ട് കളക്ട് ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? അടുത്തത് പ്രൈസ് ഡിസ്കവറി. അവിടെയാണ് ഫൈനൽ പ്രൈസ് നമ്മൾ കണ്ടുപിടിക്കും. ആവറേജ് എടുത്തിട്ട് ഫൈനൽ പ്രൈസ് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് പബ്ലിസൈസിങ്. പബ്ലിസൈസിങ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും എത്ര ഷെയർ ആവശ്യപ്പെട്ടു, എത്ര എമൗണ്ട് ആണെന്നുള്ളത് ഇത് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും മനസ്സിലാവും. ഓരോരുത്തരും എത്ര ഷെയർ ആവശ്യപ്പെട്ടു, അത് എത്ര രൂപയ്ക്ക് ആവശ്യപ്പെടുന്നത് പബ്ലിക്കലി അവൈലബിൾ ആക്കും. ഈ ഡേറ്റ ഒരു ഒളിയും മറയൊന്നുമില്ല, ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഫൈനലി സെറ്റിൽമെൻറ്റ്. കട്ട് ഓഫ് പ്രൈസ് മനസ്സിലാക്കി വെച്ചിട്ട് ആ പറയുന്ന പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ആരൊക്കെയാണോ അതിന് മുകളിലേക്ക് കോട്ട് ചെയ്യുന്നത് അവർക്ക് വേറെ ഷെയർ അഡീഷണൽ വേണ്ടെങ്കിൽ ആ പറയുന്ന പ്രൈസ് അവർ ഫിക്സ് ചെയ്യുന്നു. തുടങ്ങി ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്. എമൗണ്ട് കളക്ട് ചെയ്തിട്ട് അവർക്ക് ഷെയർ കൊടുക്കുന്നു. ഈ 19, എൻ്റെ എക്സാമ്പിളിൽ 19.5 നിങ്ങൾ കണ്ടില്ലേ, ആ 19.5 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെല്ലാം സാധാരണ ഷെയർ ഇഷ്യൂ പോലെ തന്നെയാണ്. ആപ്ലിക്കേഷൻ മണിക്ക് ശേഷം ബാക്കി അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അതുപോലെ തന്നെയാണ്. 19.5 രൂപ, അതായത് ബുക്ക് ബിൽഡിംഗ് വഴി നിങ്ങൾ ആ പ്രൈസ് കണ്ടുപിടിക്കുന്നിടം വരെ ഉള്ളൂ ഈ ബുക്ക് ബിൽഡിംഗ് എന്ന പ്രോസസ്സ്. പിന്നീട് അങ്ങോട്ട് പ്രൈസ് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് സാധാരണ ഷെയർ ഇഷ്യൂ എന്ന പോലെ തന്നെയാണ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്. അതായത് കമ്പനി പ്രൈസ് ഫിക്സ് ചെയ്യാതെ ജനങ്ങൾക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഗുണങ്ങൾ, ബെനിഫിറ്റ്സ്. ഒന്ന് റിയലിസ്റ്റിക് പ്രൈസിംഗ് ആണ്. കമ്പനി അല്ലല്ലോ പ്രൈസ് ഫിക്സ് ചെയ്തത്, ജനങ്ങളല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റിയലിസ്റ്റിക് ആയിരിക്കും. ഞങ്ങൾ കമ്പനിക്കാർക്ക് പറയാൻ പറ്റും ഞങ്ങളാരും അല്ല പറഞ്ഞത് ഇത്രയും പ്രൈസാണ്, നിങ്ങൾ തന്നെ ഡിമാൻഡ് ചെയ്തതാണ്. സോ നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെട്ട പ്രൈസാണ്, റിയലിസ്റ്റിക് ആണ്. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ ഒരാൾ തരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പ്രൈസിൽ തന്നെ അവർ കോട്ട് ചെയ്യും. കാരണം അവർക്ക് ഈ ഷെയർ കിട്ടാൻ വേണ്ടി. അല്ലാതെ ഡെലിബറേറ്റ് ആയിട്ട് ആരും വില കുറച്ചിടത്തില്ലടൂ. അതായത് അവർക്കിത് കിട്ടണം, അതിനു വേണ്ടി തന്നെ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ അവർ കോട്ട് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിലേ നമ്മൾ ഒരു ലേലം വിളിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ വില 10.50. നമ്മളാരും പോയി 10 വിളിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ഈ 10 കിട്ടത്തില്ല. കാര്യം അത്രയ്ക്ക് ഡിമാൻഡുള്ള കമ്പനിയാണെങ്കിൽ മിക്കവാറും എല്ലാവരും 50 തന്നെ കോട്ട് ചെയ്യും.
കാര്യം അവർക്ക് ഈ ഷെയർ വേണം എന്നുണ്ടെങ്കിൽ, ഷെയർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലോർ അല്ല, നമ്മൾ സീലിംഗ് പ്രൈസിനോട് ചേർന്ന് തന്നെ എപ്പോഴും കോട്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കോട്ട് ചെയ്യുന്ന ആൾക്കാർ ആ ഷെയർ കൊണ്ടുപോയി കളയും, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഹയസ്റ്റ് മാർക്കറ്റ് പ്രൈസ് തന്നെ കിട്ടും. പിന്നീട് ക്വിക്ക് ആക്സസ് ടു ക്യാപിറ്റൽ, തീർച്ചയായിട്ടും നമുക്ക് തരാൻ പറ്റുന്ന, അതായത് പബ്ലിക്കിന് തരാൻ പറ്റുന്ന പ്രൈസല്ലേ അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരത് പെട്ടെന്ന് തന്നെ കിട്ടും. എനിക്ക് തരാൻ പറ്റുന്ന പ്രൈസാണല്ലോ ഞാൻ കമ്പനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, സോ അതെൻ്റെ കയ്യിൽ കാണും, യാതൊരു ഡിലേയും വരത്തില്ല, പെട്ടെന്ന് തന്നെ കൊടുക്കാം. പിന്നെ നോ അൺസർട്ടനിറ്റീസ്. അൺസർട്ടനിറ്റി ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പബ്ലിക്കലി ഡേറ്റ അവൈലബിൾ ആണ്. അപ്പോൾ ഈ പബ്ലിക്കിന് യാതൊരു കൺഫ്യൂഷനും വരത്തില്ല, എല്ലാ കാര്യങ്ങളും പബ്ലിക്കലി അവൈലബിൾ ആക്കി കൊടുക്കും. ഈ പ്രൈസ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എൻ്റെ എക്സാമ്പിളിൽ 19.5 വരെയുള്ള കാരണമെല്ലാം കൃത്യമായിട്ട് പബ്ലിസൈസ് ചെയ്യും. അപ്പോൾ പബ്ലിക്കിന് മനസ്സിലാവും ഇത്ര ആൾക്കാരുടെ പ്രൈസ് കാരണമാണ് പ്രൈസ് ഇത്രയും കൂടി നിൽക്കുന്നത്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. അഡ്വർടൈസ്മെൻറ്റും ബ്രോക്കറേജ് കമ്മീഷനും ഒന്നും വേണ്ട, ചുമ്മാ ആൾക്കാരോടങ്ങ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എത്ര വേണം, എത്ര രൂപയ്ക്ക്, പബ്ലിക്കിലി അങ്ങ് ഓഫർ ചെയ്യുമല്ലേടോ. പിന്നെ സെലക്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്തവന്മാരെ എല്ലാം തട്ടിക്കളയാൻ പറ്റും, അങ്ങനത്തെ ഗുണമുണ്ട് ഇതിനകത്ത്. അതായത് ആരെങ്കിലുമൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്യുന്നവർ കാണും, പക്ഷേ അവർക്കിത് കൊടുക്കണമെന്നില്ല. നമ്മുടെ ഈ സീലിംഗ് പ്രൈസും ഫ്ലോർ പ്രൈസും വെച്ചിട്ട് ചിലവന്മാർ ഫ്ലോർ പ്രൈസിനകത്ത് ഇട്ട് കോട്ട് ചെയ്യും. ഫൈനൽ സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അവർക്കൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഹൈ ക്ലാസ് ഇൻവെസ്റ്റേഴ്സിന് മാത്രമേ ഈ പ്രൈസ് പോകത്തുള്ളൂ. ദെൻ ഇൻവെസ്റ്റേഴ്സ് വോയിസ് ഇൻ പ്രൈസിങ്. മനസ്സിലാവുമല്ലോ, ഇൻവെസ്റ്റേഴ്സും കൂടെ ചേർന്നാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. പിന്നെ നോ ലോക്കിംഗ് അപ്പ് ഓഫ് ദി ക്യാപിറ്റൽ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ടാണ് കോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര രൂപയ്ക്കാണോ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലേക്ക് വിളിച്ചവരെല്ലാം പെട്ടെന്ന് തന്നെ കമ്പനിയിലേക്ക് പ്രൈസ് അടയ്ക്കും. ഓക്കെ. ദെൻ ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസിനായാലും ഇഷ്യൂലായാലും ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് നിൽക്കാൻ പറ്റും. അല്ലാതെ കമ്പനി പറയുന്നില്ല ഞങ്ങൾ 1000 ഷെയർ 10 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നതെന്നല്ല കമ്പനി പറയുന്നത്. ഞങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പ്രൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ അത്രയും ഫ്ലെക്സിബിളാണ് കാര്യങ്ങൾ. ഇനി ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ കഥയൊക്കെ നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ, സംഭവം കൊള്ളാം, ബുക്ക് ബിൽഡിംഗ് കൊള്ളാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. സ്മോൾ കമ്പനീസിനോ സ്മോൾ ഇഷ്യൂസിനോ അല്ലെങ്കിൽ സ്ട്രോങ് അല്ലാത്ത കമ്പനിയില്ലേ, സ്ട്രോങ് അല്ലാത്ത കമ്പനി, അവരെ സംബന്ധിച്ച് നടക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ അല്ലാത്ത കമ്പനിയെ സംബന്ധിച്ച്, ഒട്ടും പോപ്പുലർ അല്ലാത്ത കമ്പനിയെ സംബന്ധിച്ച് പ്രൈസ് നിങ്ങളങ്ങ് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം ഫ്ലോർ പ്രൈസേ തീരുമാനിക്കത്തുള്ളൂ. ഈ കളി ശരിക്കും പറഞ്ഞാൽ ഹൈലി റെപ്യൂട്ടഡ് കമ്പനീസിനെ പറ്റത്തുള്ളൂ. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ഇഷ്യൂ, പിന്നെ സ്യൂട്ടബിൾ ഫോർ സ്ട്രോങ് കമ്പനിയാണ്. സ്ട്രോങ് കമ്പനീസിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അതാണ് വേറൊരു പ്രശ്നം. കാര്യം സ്മോൾ കമ്പനീസിൻ്റെ കേസിൽ ഈ പ്രൈസ് കോട്ടും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ഫ്ലോർ പ്രൈസിനകത്തേ ജനങ്ങൾ ഇഷ്ടപ്പെടത്തുള്ളൂ. കാര്യം നിങ്ങൾ റെപ്യൂട്ടഡ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 10 രൂപയ്ക്ക് വാങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ കമ്പനീസിന് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പോസിബിലിറ്റി ഓഫ് പ്രൈസ് റിഗ്ഗിങ്. ഈ പ്രൈസ് റിഗ്ഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഇനി അങ്ങോട്ട് വരാനുള്ള ടോപ്പിക്കാട്ടോ. പ്രൈസ് റിഗ്ഗിങ് ഒന്ന് പെൻഡിങ് വെച്ചോ, നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്കിനകത്തുള്ളതാണ്. തൽക്കാലം എന്താണെന്ന് മാത്രം ഇവിടെ നിന്ന് പറഞ്ഞുതരാം. വരുന്നൊരു ടോപ്പിക്കിനകത്ത് പ്രൈസ് റിഗ്ഗിങ് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാനുണ്ട്. പ്രൈസ് റിഗ്ഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിബറേറ്റ്ലി കുറച്ച് ആൾക്കാർ ചേർന്ന്, ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഡെലിബറേറ്റ്ലി കുറച്ച് ആളുകൾ ചേർന്ന് സംഘം ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ പ്രൈസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ് ഈ ലേലത്തിന്. ഈ ലേലം വിളിക്കുന്ന ആൾക്കാരിൽ തന്നെ അവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്യാങ് ആക്കിക്കൊണ്ട് അവർ ചേർന്ന് ഡെലിബറേറ്റ് ആയിട്ട് പ്രൈസ് അങ്ങ് ഫിക്സ് ചെയ്യും. അത് കമ്പനിക്ക് ദോഷം ചെയ്യും. ഒരു പബ്ലിക്കിനോടങ്ങ് പറഞ്ഞിരിക്കുവാണ് നിങ്ങൾ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ഒരു പ്രൈസിലോട്ട് കുറച്ച് ആൾക്കാർ ഫിക്സ് ചെയ്യിപ്പിക്കും. കുറച്ച് അധികം ഷെയർ വാങ്ങിക്കൊണ്ട് അവരിപ്പോൾ എക്സാമ്പിൾ ഒരു 30 രൂപയിലും ഒതുക്കാൻ നോക്കും. അങ്ങനെ അവർ ചെയ്യാൻ പറ്റും. വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രൈസിന് മുകളിലേക്ക് പോകാതിരിക്കാൻ അവർക്ക് പറ്റും. അങ്ങനൊരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ മെച്ചുവർ ആയിരിക്കണം. മെച്ചുവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്കെല്ലാം ഈ കമ്പനിയെ പറ്റി അറിയണം, ആൾക്കാർക്കെല്ലാം ഷെയറിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണം. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ ഇതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടാവണം അവർക്ക്. പ്രൈസ് എത്രയാണെന്ന് അറിയാതെ ഇഷ്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ നല്ല മെച്ചുവേർഡ് മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. നല്ല രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ച് ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. ഓക്കെ. അപ്പോൾ കറക്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കണം. അത് ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ പറയുന്ന പബ്ലിക്കിന് ഈ പറയുന്ന പ്രൈസ് ഇല്ലാത്ത പ്രോസ്പെക്ടസ് എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ പബ്ലിക്കിൻ്റെ നല്ല സപ്പോർട്ട് വേണം. അതൊരു മെച്യൂർഡ് മാർക്കറ്റിലേ പറ്റൂ. ജനങ്ങൾക്ക് പ്രൈസ് ഇല്ലാത്ത ഒരു ഇഷ്യൂ കൃത്യമായിട്ട് കണ്ടക്ട് ചെയ്ത് പബ്ലിക്കിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. കമ്പനിക്ക് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യിപ്പിച്ച് ഇത് വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ മാർക്കറ്റ് അത്രയും ഫേവറബിൾ ആയിട്ട് നിൽക്കണം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ്. പിന്നെ ചോദിക്കുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്.
പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്, ഇതും കൂടെയാണ് ബുക്ക് ബിൽഡിങ്ങിനകത്ത് വരുന്നത്. ഇത് വേണമെങ്കിൽ എസ്സേ ആയിട്ട് വരെ ചോദിക്കാവുന്ന ടോപ്പിക്കാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം എഴുതി വെക്കണം. ഓക്കെ, പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റൈസിങ് ക്യാപിറ്റൽ ഇൻ വിച്ച് ബാങ്കേഴ്സ് ഇൻവൈറ്റ് ബിഡ്സ് ഫ്രം certain lending institutions inviting bids from the instead of inviting bids from the general population. So കുറച്ച് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രം ബിഡുകൾ സ്വീകരിക്കുകയും ജനറൽ പോപ്പുലേഷനെ മൊത്തത്തിൽ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സാണ് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ പോകത്തില്ല, വളരെ കുറച്ച് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് മാത്രമായിരിക്കും ബിഡ് കളക്ട് ചെയ്യുന്നത്. അത് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഒരു മാർക്കിന് ചോദിക്കാം വാട്ട് ഈസ് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് എന്ന്. ബുക്ക് ബിൽഡിങ്ങിൻ്റെ പ്രോസസ്സ് എല്ലാം ഇവിടെ നടക്കും, പക്ഷെ ഒറ്റ വ്യത്യാസം, ജനറൽ പോപ്പുലേഷൻ, സാധാരണ എല്ലാ പബ്ലിക്കും ജനറൽ പോപ്പുലേഷനിലേക്ക് ഈ പറയുന്ന ഇൻവിറ്റേഷൻ പോകത്തില്ല. ഇത്രയുമാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നമ്മളിവിടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് പഠിച്ചു. ബുക്ക് ബിൽഡിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതണം. പ്രൈസ് ബാൻഡ് എന്താണെന്ന് പഠിച്ചു. ബുക്ക് റണ്ണർ ആരാന്ന് പഠിച്ചു. ബുക്ക് റണ്ണർ പോലെ തന്നെ സ്റ്റെബിലൈസിങ് ഏജൻറ്റ് പഠിച്ചു. പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് ബിൽഡിംഗ് ആൻഡ് ഫിക്സഡ് പ്രൈസ് പഠിച്ചു. സ്റ്റെപ്സ് ഇൻ ബുക്ക് ബിൽഡിംഗ്, അഡ്വാൻറ്റേജസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്, ലിമിറ്റേഷൻസ് ഓഫ് ബുക്ക് ബിൽഡിംഗ്, പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്. ഈ ഒരു വരി എഴുതി വെച്ചാൽ മതി. ഓക്കെ, പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് ഇതൊരു ലെങ്തി ടോപ്പിക് എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കാര്യം ഇങ്ങനെ നേരത്തെ പിടിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്ന സബ്ജക്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബുക്ക് ബിൽഡിംഗ് എന്ന ടോപ്പിക്ക്. അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഓക്കെ.